ചരിത്രത്തിന്റെ ഭാഗമാണ്. അവിടെ ഒരു സ്റ്റിച്ചിങ് എറേഴ്സ് പോലും നമ്മൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ വരരുത്. അത് നമ്മൾ വളരെ സൂക്ഷിച്ച് പല ദിവസം ശീലവലകൾ നൽകുന്ന കൊച്ചിയുടെ ദൃശ്യഭംഗിയും ലണ്ടൻ സുപ്രീം കോടതിയുടെ അകത്തളങ്ങളും ഇടക്കൽ ഗുഹയുമെല്ലാം ഇതേ രീതിയിൽ പകർത്തിയിരിക്കുന്നു. ശ്രീലങ്ക, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ തോബിയസിന്റെ പ്രതിഭ ടൂറിസം പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ സാധ്യത ഏറ്റവും കൂടുതൽ ടൂറിസത്തിലാണ്. ഇപ്പൊ നമ്മളൊരു ടൂറിസം ഇപ്പൊ നമ്മുടെ ഇടയ്ക്ക് കേവ് നമ്മൾ കണ്ടു. ഇടയ്ക്ക് കേവ് വിദേശത്ത് ഫ്രാൻസിലിരുന്നോ ജർമ്മനിയിലിരുന്നോ ഒരാളിന് ഇത് ഇടയ്ക്ക് കേവ് എന്താണ് എന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കേവ് നമുക്ക് കാണാം. നമ്മുടെ ഇവിടെ ഇരുന്ന ആൾക്കാർ ഹോളിലാൻഡ് കാണുന്നു, നമ്മുടെ ശബരിമല കാണുന്നു. അപ്പൊ അത് പോയ ആൾക്കാർക്ക് വീണ്ടും ഒന്ന് റിമൈൻഡ് ചെയ്യണം, ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്, പോകാത്ത ആൾക്കാർക്ക് അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാനായിട്ട് വിദേശ രാജ്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നതാണ് ടൂറിസ്റ്റ് പദ്ധതികൾ. ചിത്രങ്ങളുടെ ശേഖരമാണ് മറ്റൊന്ന്. ഷൂട്ട് ചെയ്യുമ്പോൾ ഗുണമേന്മ ഒട്ടും ചോരാതെ കൂടുതൽ മികവോടെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ രൂപഭംഗിയുടെ ദൃശ്യപഠനമാണ്. കൊത്തുപണികൾ ഓരോ സ്തൂപങ്ങളിലും വൃത്തിയായി കാണാം. 1000-500 ചിത്രങ്ങൾ സംഗമിക്കുന്നതാണ്. മധുര മീനാക്ഷി ക്ഷേത്രവും സമാന രീതിയിൽ കാണാം. ഇന്ത്യയുടെ വണ്ടേഴ്സ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് വണ്ടേഴ്സ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യണം. പിന്നെ ട്രാവൽ ചെയ്ത് ഇപ്പം നമ്മൾ 24 രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തു. ഇപ്പം കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തും ഈ ഗവൺമെന്റ് കാലത്തും ടൂറിസം മിനിസ്ട്രിയും അതിന്റെ അതോറിറ്റീസിനെ ഒക്കെ നമ്മൾ കണ്ട് ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. കേരള ടൂറിസത്തിന് ഇപ്പോഴും ഞാൻ പറയുന്നു, കേരള ടൂറിസത്തിന് എല്ലാ സ്ഥലവും ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്യാം. എന്നിട്ട് പോലും അത് ഷൂട്ട് ചെയ്തിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വിദേശത്ത് പല രാജ്യങ്ങളും ഇപ്പം ശ്രീലങ്കൻ ടൂറിസം ഞാൻ ചെയ്യുന്നുണ്ട്, ശ്രീലങ്കയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ എല്ലാ രാജ്യങ്ങളിലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ വെബ്സൈറ്റ് feeforpanorama.com ഡെയിലി ഇഷ്ടംപോലെ ഫോറിനേഴ്സ് നോക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ആവുന്നുണ്ട്. ഇപ്പം ഞാൻ ലണ്ടനിൽ ഷൂട്ട് ചെയ്ത ലണ്ടൻ സുപ്രീം കോടതി അത് അവരുടെ സൈറ്റിൽ പോലും വെച്ചിട്ടുണ്ട്. അക്സെപ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ഇവിടെ ആൾക്കാർക്ക് നല്ല നന്നായിട്ട് അറിയാം. ഇപ്പം മാതൃഭൂമി പത്രത്തിൻ്റെ വെബ്സൈറ്റിൽ നമ്മുടെ എല്ലാ വർക്കുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആൾക്കാർക്ക് കൂടുതലായിട്ടും അങ്ങനെയാണ് ആൾക്കാർ അറിയുന്നത്. ആൾക്കാർക്ക് അവയർനെസ് ഉണ്ട്. സർക്കാരിനൊക്കെ എന്തുകൊണ്ടോ അതിനകത്തൊരു താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയുടെ സർഗ സൗന്ദര്യം ഒട്ടും ചോരാതെ പരീക്ഷണ വഴിയിൽ സാധ്യത തുടരുകയാണ് ലീ തോബിയാസ്.